ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോസഫ്. അപ്പോൾ ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഫുഡ് ട്രയൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ മോളാണ് ഇതിനകത്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ വീഡിയോ ഡ്രോഹഡനെ കുറിച്ചാണ്. ഇതാണ് ഡ്രോഹഡയുടെ ടൗൺ സെൻറ്റർ. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് പല ഷോപ്പുകളും സ്ഥാപനങ്ങളും ഉള്ളത്. ഈ ടൗൺ സെൻറ്റർ ഉള്ളിലായിട്ടാണ് ഡ്രോഹഡയുടെ മെയിൻ ഷോപ്പിംഗ് നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ്. ഈ പള്ളി ടൗൺ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരു ഫ്രഞ്ച് ഗോത്തിക് സ്റ്റൈലിൽ പണിത ചർച്ചാണിത്. ഈ പള്ളിയുടെ ഉള്ളിൽ സെയിന്റ് ഒലിവർ പ്ലങ്കറ്റിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന മെയിൻ സ്ട്രീറ്റിലൂടെയാണ്. ഇതിന്റെ പേരാണ് വെസ്റ്റ് സ്ട്രീറ്റ്. സാധാരണ സമയത്തിൽ ഈ സ്ട്രീറ്റിൽ ജനത്തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ കൊറോണ വൈറസ് കാരണം അധികം ആൾക്കൂട്ടങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഇരു സൈഡിലായിട്ടും പലതരത്തിലുള്ള ഷോപ്പുകളും കഫേസും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഡ്രോഹഡയുടെ ടൂറിസ്റ്റ് ഓഫീസ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് സഹായം വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. ഈ ടൂറിസ്റ്റ് ഓഫീസിൽ നിന്നും ഡ്രോഹഡയുടെ ടൂറിസ്റ്റ് സ്പോട്ട്സും റൂട്ട് മാപ്സും ലഭ്യമാണ്. ഈ കണ്ടതാണ് സെന്റ് ഓഗസ്റ്റീനിയൻസ് ചർച്ച്. നമ്മൾ ഈ കാണുന്നതാണ് ലോറൻസസ് ഗേറ്റ്. 13-ാം നൂറ്റാണ്ടിൽ ഇത് പണിതതാണ്. ഈ സമയത്തിലായിരുന്നു നോർമൻസ് വാൾ ടൗൺസിനെ പരിചയപ്പെടുത്തിയത്. അന്ന് ഡ്രോഹഡ 113 ഏക്കറായിരുന്നു. അപ്പോഴത്തെ കാലത്തെ ഒരു വലിയ പട്ടണം. ഈ ഭാഗമായിരുന്നു പഴയ പട്ടണത്തിൻ്റെ ഒരു ഗേറ്റ്. 2 ടവറുകൾ കൂടി ചേർന്നതാണ് ഈ ബിൽഡിംഗ്. ഒരു ടവറിൽ 4 ഫ്ലോർസ് ഉണ്ട്. ഈ 2 ടവറുകളും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് വഴിയാണ്. ഈ ടവറിൻ്റെ മുകളിൽ കയറാൻ സ്റ്റെയർസ് ഉണ്ട്. ആർച്ചിലൂടെ വണ്ടികൾ പോകാൻ പറ്റും. പക്ഷേ ഇത് സംരക്ഷിക്കാൻ വേണ്ടി വണ്ടികൾ ഇപ്പോൾ പോകുന്നില്ല. മാഗ്ഡലൻ ടവറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മാഗ്ഡലൻ ടവർ പണിതത് 14-ാം നൂറ്റാണ്ടിലായിരുന്നു. ഇത് ഡൊമിനിക്കൻ ഫ്രയർസിൻ്റെ ബെൽ ടവറാണ്. ഇതാണ് ഹ്യൂ ഗലേസി ബ്രിഡ്ജ്. ഈ പാലം തുറന്നത് 2005-ലാണ്. ഇതൊരു പെഡസ്ട്രിയൻ പാലമാണ്.
ഈ പാലം സ്കോച്ച് ഹോളിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഈ പാലം ബോയിൻ റിവറിൻ്റെ മുകളിലാണ് പണിതിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ പേരാണ് ബോയിൻ വയഡക്ട്. ഡബ്ലിൻ ബെൽഫാസ്റ്റ് റെയിൽവേ ലൈൻ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഈ പാലത്തിന് 15 സ്റ്റോൺ ആർച്ചസ് ഉണ്ട്. കാണുന്നതാണ് സെയിന്റ് ഡൊമിനിക്സ് ചർച്ച്. നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഡ്രോഹഡയുടെ കോർട്ട് ഹൗസിൻ്റെ സൈഡിലൂടെയാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നതാണ് ഡൊമിനിക് പാർക്ക്. ഈ പാർക്കിനെ ഡ്രോഹഡ കൗണ്ടി കൗൺസിൽ അതിമനോഹരമായിട്ടാണ് സംരക്ഷിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേ ഏരിയയും മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാൻ ഒരു എക്സസൈസ് മെഷീൻസും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനോട് ചേർത്ത് ഒരു മനോഹരമായ വാക്ക് വേ ഇവിടെയുണ്ട്. നമുക്ക് ഈ പാർക്കിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് ബോയിൻ റിവർ. ഈ നദിയിൽ ഒത്തിരി സ്വാൻസ് ആൻഡ് ഡക്സ് ഉണ്ട്. ആളുകൾ ഫാമിലിയായി വന്നു ഇവിടെ പക്ഷികളെ ഫീഡ് ചെയ്യാറുണ്ട്. ഇവിടെ സൈക്കിൾ ചെയ്യാനും നടക്കുവാനും ആളുകൾക്ക് സൗകര്യമുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.